എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായില്ലേ? നേരത്തെ വന്നിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോനു പറയേ, എന്താ വീഡിയോ? ചായയുടെ ഒരു അനിയന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ നമ്മൾ അതിന് പോകാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക്, അതായത് കൂത്താട്ടുളത്തേക്ക് പോകാൻ അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ സോനുവിന്റെ കസിന്റെ മാരേജ് ആണെന്ന്. അപ്പൊ നമ്മൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോവുകയാണ്. അപ്പൊ അച്ചായും അമ്മച്ചിയും മനും ഒക്കെ ഉണ്ടാവും. സോനുവിന്റെ ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ വേണ്ടപ്പെട്ട കസിൻസും എല്ലാവരും കല്യാണത്തിനുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടിയിട്ട് കൂടുകയാണെന്ന്. നമ്മളെ തലേദിവസത്തെ പരിപാടിക്കൊക്കെ വിളിച്ചത്. അത് തലേദിവസത്തെ പരിപാടി ഒരു ദിവസം മുന്നേ നടത്തിയത്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന്റെ ദിവസം ആണ് പോകുന്നത്. നമ്മളെ നേരിട്ട് പോണ അച്ചായുടെ അമ്മച്ചിയുടെ അടുത്തേക്ക്, എന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മള് മണ്ഡപത്തിലേക്കൊക്കെ പോവുക, അല്ലേ? അതെ. അപ്പൊ നമ്മൾ പോവാൻ തുടങ്ങുകയാണ്. നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അച്ചായനെയും അമ്മച്ചീനെയും മനുവിനെയും എല്ലാവരും കാണാം നമുക്കിന്ന്. അപ്പൊ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് പോരാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണുക. നമ്മുടെ വിശേഷങ്ങളും അതിന്റെ ഇടയ്ക്ക് നിങ്ങളോട് പറയാം. അപ്പൊ പോവാം, സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങള് ചായ കുടിച്ചിട്ടാ അന്ന്. ഞാൻ വണ്ണം വെച്ചു. അപ്പോഴാ അവന്റെ കളർ കൂടി പോയി. ഇത് നമ്മളൊരു ഓണക്കോടി എടുത്തല്ലേ നികേഷേട്ടാ, 2 വർഷം മുന്നേ? അല്ല, ഈ തവണയല്ല, 2 വർഷം മുന്നേ. കൈ മാത്രം ഇച്ചിരി ആണോ? അന്ന് നികേഷിന് കഴിച്ചിട്ട് വണ്ണം ഉള്ളതുകൊണ്ട് നമ്മള് അങ്ങനെ വീട്ടിലെത്തിയിട്ടോ ചായ മെസ്സിക്ക് റെഡി ആവണുള്ളൂ, സമയമായിട്ടില്ല, അല്ലേ? ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. നമ്മള് ഇനി നേരത്തെ എത്താമെന്ന് വിചാരിച്ച്. മാത്രമല്ല, ഞായറാഴ്ച ചെയ്തുകൊണ്ട് റോട്ടിൽ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എത്തി. അമ്മച്ചിക്ക് കുളിക്കാൻ പോകണേ ഉള്ളൂ, മനു റെഡി ആവണേ ഉള്ളൂ, അച്ചായൊക്കെ റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ റെഡിയായി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മൾ അല്ലേ? നമ്മള് എന്തൊക്കെയോ പറയുന്നുണ്ട്. മച്ചിയോട് ഞങ്ങൾക്ക് വേണ്ടി നാരങ്ങുള്ളും ഇത് പേരക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിക്കാം, അല്ലേ? ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഉള്ള ഡ്രസ്സ്. ഇച്ചിരി കളർ കൂടിപ്പോയി എന്റെ. എന്നാലും കളർ കൂടിയാലും ഭംഗിയുണ്ട്. ഇത് നമ്മള് ഒരു 2 വർഷം മുന്നേ ഓണത്തിനിട്ടല്ലേ ചേട്ടാ? ഓണത്തിന് മേടിച്ചതാ. അന്ന് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഇട്ടിട്ട് പിന്നെ നമ്മൾ എവിടെയും അത് ഇട്ടില്ല. അപ്പൊ ഞാൻ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റും. കല്യാണത്തിന് വേറെ ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ സോനു പറഞ്ഞു ഇത് മതി, നമ്മൾ അന്ന് ഒരു പ്രാവശ്യമല്ലേ ഇട്ടുള്ളൂ. അപ്പൊ ഇത് ഇടാനുള്ള പൂതി കൊണ്ട്, ആഗ്രഹം കൊണ്ട് വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. ഞാനാ പറഞ്ഞു ഒന്ന് കളർഫുൾ ആവട്ടെ എന്ന്. പക്ഷെ എന്റെ ഇച്ചിരി കൂടിപ്പോയി കളർ. അതെ, ഭംഗിയില്ലേ? ഒക്കെ ഭംഗിയുണ്ട്. ഉദിച്ചിരിക്കണ കളറാ, ഉദിച്ച്. ഇനി അടുത്ത പരിപാടി നോക്കിയല്ലേ? മണ്ഡപത്തിലേക്കായിരിക്കും മിക്കവാറും പോണേ. വീട്ടിലേക്ക് ചിലപ്പോഴേ പോളൂ. അപ്പൊ എല്ലാവരും അച്ചായി അമ്മച്ചിയൊക്കെ റെഡി ആവണേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ റെഡിയായി വന്നിട്ട് അവരെയൊക്കെ കാണിക്കാം, എല്ലാവരും കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഞങ്ങളങ്ങനെ റെഡി ആയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതെ, മണ്ഡപത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടാവൂലേ? അമ്മച്ചി ഇപ്പൊ അച്ചായി നേരത്തെ പോയി. ഞാനും മനും അമ്മച്ചിയും നികേഷേട്ടനയുടെ കൂടി ഇറങ്ങാണ്. അതെ, അപ്പൊ നമുക്ക് ഇറങ്ങാം. അവിടെ മണ്ഡപത്തിൽ എത്തിയിട്ട് ഇനി കാണാം. ശരി. അമ്മച്ചി ഗേറ്റ് അടച്ചേട്ടെ?
ഏതാ ഇട്ടെന്ന് അറിയാമല്ലോ, നോക്കാനും കഴിയില്ല. ഇവിടെ വന്നിട്ടാ പോവോളെന്ന് പറഞ്ഞു. ചിലപ്പോ വള്ളിച്ച് റെഡിയായി പോയേ. ഞങ്ങളങ്ങനെ മണ്ഡപത്തിൽ എത്തിയിട്ട് ലെഫ്റ്റ് ഇപ്പോൾ വന്നുള്ളൂ. പെണ്ണും ചെറുക്കനും വന്ന് കയറുന്നുള്ളൂ. നമുക്കപ്പോൾ സെക്ഷനുകൾ കാണാം അല്ലേ? എല്ലാവരും ഇറങ്ങുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും എല്ലാ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട്. നമ്മുടെ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട്. നമുക്ക് അവരൊക്കെ പയ്യെ കാണാം. ആദ്യം ഇറങ്ങുന്നത് കാണാം അല്ലേ?
പിന്നെ കല്യാണം കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് മ്യൂസിക് ആയതുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ. സ്റ്റേജിൽ നടക്കണതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ശബ്ദങ്ങൾ ധാരാളം ഉണ്ട്, പാട്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. കല്യാണം അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞില്ലേ നികേഷ് ചേട്ടാ? കെട്ടൊക്കെ കഴിഞ്ഞു. നമ്മള് സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഹാള് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. അപ്പോഴേക്കും അവിടെ സീറ്റൊക്കെ അവൈലബിൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചുട്ടുപൊള്ളുമല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് മാറാൻ തൽക്കാലല്ലേ. വലിയ ഹോളാ, കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന. എന്തായിരുന്നു അതിൻ്റെ പേര്? ഇത് പേര് മാറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൂവാലിൽ കൺവെൻഷൻ സെന്ററാണ്. പൂവാലിൽ കൺവെൻഷൻ സെന്റർ. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്താലോ അവിടെ നിന്ന്? എടുക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല കാണാൻ തന്നെ അല്ലേ. പക്ഷെ കുറേ ആൾക്കാർ ഞങ്ങളങ്ങനെ സീറ്റ് പിടിച്ചു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കറക്റ്റ് ഇവിടെ കാലിയായപ്പോൾ ഞങ്ങൾക്ക് അടുപ്പിച്ച് സീറ്റ് കിട്ടി. പിന്നെ എല്ലാവരും എടുക്കുക. അവിടെ ഇരിക്കുന്ന സീറ്റ് ഉണ്ട്. നല്ല വിശപ്പുണ്ട്. തീർച്ചയായിട്ടും വിശപ്പുണ്ടോ? പിന്നെ നല്ല വിശപ്പാണ്. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയടത്തിൻ്റെ സദ്യ അല്ലേ? അതെ, പഴയടം സദ്യ. കുറേ കൂട്ടങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. കഴിച്ചു നോക്കാം. നല്ല വിശപ്പുണ്ട്. നമ്മൾ കഴിക്കുകയാണ്. നേഷൻ്റെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സദ്യയൊക്കെ ഉഗ്രനായിരുന്നു. ഉഗ്രൻ സദ്യയായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് എല്ലാവരും വയറ് നിറഞ്ഞ് എത്തിയിരിക്കുകയാണ്. അമ്മച്ചി എന്താ സൈഡിൽ പറയുന്നത്? പഴയടത്തിന്റെ സദ്യ എന്നാ പറയണത്. നല്ല സദ്യ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ, നല്ല സദ്യയായിരുന്നു. അപ്പൊ ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് വീട്ടില്. വൈകുന്നേരം റിസപ്ഷൻ ഒക്കെ ഉണ്ട്. അത് ചായയും മനുവും വന്നിട്ടില്ല. അവര് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നു. റിസപ്ഷൻ എന്താ പറഞ്ഞത്? റിസപ്ഷൻ വൈകുന്നേരമാണ്. അത് അതിന് നമ്മൾ പോകുന്നില്ല. കോതമംഗലത്താണ്. അച്ചായി മനുവൊക്കെ പോകുന്നുണ്ട്. അതെ. അപ്പോ അങ്ങനെ കുറച്ചു നേരം ഇനി അമ്മച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മള് എറണാകുളത്തോട്ട് പോകും. അപ്പൊ ഇനി നമുക്ക് ചായ കുടിക്കണ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം. ഇനി കഴിക്കാനുള്ള വയറൊന്നും ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. അമ്മച്ചി പപ്പടവടയും പഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മള് അമ്മച്ചി കഴിക്കുന്നില്ലേ പപ്പടവട? കഴിക്കാനുള്ള ഇതൊന്നുമില്ല. ഞങ്ങൾ പോകാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പെട്ടെന്ന് ചായ കുടിച്ചേച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെ, ചായ കുടിച്ചിട്ട് നമ്മള് പോവാൻ. പിന്നെ അമ്മച്ചി ഇവിടെ കുറെ ഒരു ഷിമ്മിക്കൂട് നിറച്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. മാമ്പഴക്കാലല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മച്ചി ഒരു കസാര എടുക്കട്ടെ. അമ്മച്ചി ഇരിക്കില്ലെന്ന് പറഞ്ഞോണ്ടാ. കഴിക്കാനുള്ള വയറൊന്നും ഇല്ല. എന്നാലും ചുമ്മാ അമ്മച്ചി പറഞ്ഞപ്പോ പോണേനും പോന്ന് വെച്ചേക്കാൻ നോക്കാം അല്ലേ? എല്ലാരും കണ്ടില്ലേ? ഇതിനെ കുറച്ച് പേര് അന്വേഷിച്ചായിരുന്നു. വീഡിയോയില് മാനുവിന് എല്ലാവരും. അപ്പൊ നമ്മുടെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മള് ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോ നമ്മള് എറണാകുളം പോണം. പോണം.
കുളിച്ചു വന്നാ ലിസാറിന്റെ കടയിൽ നിന്ന് മേടിച്ചാണോ? എനിക്ക് കുഴപ്പമില്ല, നല്ല പപ്പടം അവിടെയാണ്. അത് കുറച്ച് മതി. തിന്നോ, ചായ ഇടക്കിടക്ക് മേടിച്ചുള്ളൂ. ഒരു 6 രൂപയാണ്. വിശക്കണില്ല, അതാ പച്ചക്കറിയില്ലപ്പാ, ഉമ്മ ഒന്നും മാത്രമേ ഉള്ളൂ. പായസമൊക്കെ കൂട്ടി സദ്യ ഉണ്ടല്ലേ, അതുകൊണ്ട് സദ്യ വയറ് നിറച്ച് കഴിച്ചാൽ അതിനകത്തായൊന്നും ഇപ്പൊ കഴിക്കുകയല്ലേ. അവൻ ഇനി അങ്ങോട്ട് പോവില്ലേ? അവൻ ഇനി 10-10:30 വരുമ്പോ പറ്റുവാനും പോകാൻ പറ്റിയില്ല. കൂടി ഇരിക്കണ്ടേ അമ്മച്ചിക്ക്, നടുവിനുവാനും പിടിക്കുക, പിന്നെ കാലിൽ നീര് വെക്കും. അങ്ങനെയാണ് തൂക്കിട്ട് ഇങ്ങനെ ഇരിക്കണ്ട കാല്. പിന്നെ കുറെ ദൂരം പിന്നെ പുറമെ കഴിഞ്ഞ് പിന്നെ മുളന്നു കുറച്ചോടെ അവിടെ ഉണ്ട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ. അപ്പൊ എല്ലാം എടുത്തു, കൊണ്ടുവന്നൊക്കെ എടുത്തു. അതെടുത്ത് വായിലിട്ടു. അപ്പൊ ഞങ്ങള് ഇറങ്ങുകയാണ്. നീ വീട്ടിൽ നിന്ന് കല്യാണമൊക്കെ കൂടി അടിപൊളിയായി സന്തോഷമായിട്ട് ഇറങ്ങുകയാണ്. ചൈനമ്മച്ചിനെയും മനുവിനെയൊക്കെ കണ്ട് അമ്മച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ചായിക്കൊക്കെ ഇനി റിസപ്ഷൻ പോകാനുണ്ട് വൈകുന്നേരം കോതമംഗലത്ത്. അവര് അപ്പൊ പോകും, സമയമായിട്ടില്ല. അതെ, അപ്പൊ ഇനി ചൂടുകാലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടാ. നിക്കാണ് അച്ചായ അമ്മച്ചി മനു കൂടി ഒരു അങ്ങോട്ടും പോയത് കേട്ടാ. ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ. മഴ പെയ്തേ